ഇത്രയൊക്കെ പറഞ്ഞില്ലേ? ഹിന്ദി കേട്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എത്ര നല്ല രീതി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊണ്ടുപോയത് എന്റെ വാദമൊക്കെ കുറഞ്ഞോ? അതാണ് ഏറ്റവും ഹൈലൈറ്റ്. ഇഷ്ടായത്. നിന്റെ അച്ഛൻ പഴയ ഇഷ്ടമുള്ളത് അല്ല നമ്മളൊക്കെ മറ്റേ വൈറ്റിലെ പനമ്പള്ളികാർന്നൊക്കെ പറയുന്ന പോലെ രവിയേട്ടൻ പറയുന്നത് ഡാലിലേക്ക് ശ്രീനഗർ എന്നൊക്കെ. അടുത്ത പടം ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കുപ്പുവാടയിലാണ്. പിന്നെ കീർത്തിചക്ര പാലാരിവട്ടം അവിടുന്ന് ഷൂട്ട് ചെയ്തു. എനിക്ക് പേടിയുണ്ടായിരുന്നു ആദ്യം പുള്ളിക്കാരൻ. ഇതിനകത്താണോ ഇപ്പൊ കുറച്ചു നേരത്തെ ചുമച്ചും തുപ്പിയൊക്കെ ശരി. അതെ അതെ അതെ, അത് ചെയ്യുമ്പോഴല്ലേ അപ്പൊ അതിന് മുന്നേ ഇത് ചെറുതായിട്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങോട്ട് അറപ്പും പുറപ്പൊക്കെ പോകും. ലിപ് ലോക്ക് ചെയ്യുമ്പോ ആർക്കും അറപ്പ്? ഞാൻ പല്ല് കഴിക്കാറില്ല. അയ്യോ വെറുതെ തമാശക്ക് പറയണതാ. ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കും. അതല്ല, മുകേഷ് ചേട്ടന്റെ ഒരു ഞാൻ വീഡിയോ ക്ലിപ്പ് കണ്ടേ. അതിൽ പറഞ്ഞതാ, ഞാൻ ശ്രീനിവാസിനോട് പോലും പറയാത്ത പലതരത്തിലുള്ള കഥകൾ ഞാൻ തുറന്നേക്കുന്ന ധ്യാൻ ശ്രീനിവാസിനോടാണ്. ഞാനും ശ്രീനിവാസിനോട് ഒരിക്കലും പറയാൻ പറ്റാത്തതായിട്ടുള്ള കഥകളും പറഞ്ഞു. എന്ത് ഉറപ്പിലാണ് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും വലിയ കഥകളൊക്കെ ഷെയർ ചെയ്ത്? ഞങ്ങളുടെ ഇടയിൽ കോമൺ ആയിട്ടൊരു സാധനം കിട്ടി. കോമൺ ആയിട്ടുള്ള സാധനം എന്താ? അത് ഇതിന് താഴെ കമന്റിൽ വരും. ഞാൻ തന്നെയല്ലോ ചോദിച്ചോണ്ടിരിക്കുന്നേ. ഇതെന്താ? ഓക്കേ. ഇനി ബേസ് ടോവിനോ യൂണിവേഴ്സിറ്റി ഇല്ല, ഞാൻ എനിക്കൂല. എനിക്ക് വീട്ടിൽ പോയി ചളയടി. Have you watched the show before? I've watched videos, yes. Yeah. What videos? Of this show. Few interviewing people. Which interview? No, I watched. I think Anupama came for Pardha, right? അനുപമയുടെ എല്ലാം കാണുന്നുണ്ടല്ലേ? Okay. By the way, നിങ്ങൾ ഡയറക്ടർ എന്താ വരാഞ്ഞേ? ഇന്റർവ്യൂ എടുക്കുമ്പോഴത്തേക്ക് ഡയറക്ടറിനെയൊക്കെ ഇങ്ങനെ നോക്കി അവരുടെ ബയോഗ്രഫി കാര്യങ്ങളൊക്കെ നോക്കാൻ പോകും. ഞാൻ നോക്കിയപ്പോ നല്ല സുന്ദരൻ ഡയറക്ടർ. ഓ, അതാണ് നോക്കിയത്. പടത്തിന് പ്രൊമോഷൻ വരുന്ന ഡയറക്ടറിനെ വളയ്ക്കാന്നുള്ള നല്ല ആർട്ടിസ്റ്റിക് കഴിവുള്ളവരടുത്ത് കലയുള്ളവരടുത്ത് സംസാരിച്ചിരിക്കുമ്പോ തന്നെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ